രാജകുമാരിക്ക് ഡെലിവറി നടക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡിന് പുറകിലായി ഒരു കൊലയാളി നിൽക്കുന്നത് അവൾ കാണുന്നു. അവളത് കണ്ട് ഷോക്കാവുന്നു. ഉടനെ അവൾ അദ്ദേഹത്തെ വാൺ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും കൊലയാളി രാജകുമാരനെ കുത്തുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ രാജകുമാരന് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു നേരത്തിന് മുൻപ് രാജകുമാരി കുഞ്ഞിനെ പുഷ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് രാജ്ഞിയും രാജകുമാരനും ടെൻഷനായി നിൽക്കുമ്പോൾ കൊട്ടാരത്തിലെ വൈദ്യൻ അവിടേക്ക് വന്ന് അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. രാജ്ഞി കൂടുതലൊന്നും ചിന്തിക്കാതെ അനന്തരാവകാശിയാണ് വലുതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ രക്ഷിക്കാൻ പറയുന്നു. അത് കേട്ട് ഷോക്കായ രാജകുമാരിയുടെ ഫ്രണ്ട് രാജകുമാരനോട് അവളെ രക്ഷിക്കാൻ പറഞ്ഞു കരയുന്നു. അതേസമയം അത് തന്നെയാണ് രാജകുമാരന്റെ ആഗ്രഹവും. പക്ഷെ രാജ്ഞി അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകാൻ പറയുന്നു. അതുകൊണ്ട് നിരാശനായ രാജകുമാരൻ ഇതിന് പ്രതിവിധിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ഒരു വഴിയുണ്ടെന്ന് പറയുന്നു. രാജകുമാരി കുഞ്ഞിനെ പുഷ് ചെയ്യുമ്പോൾ അവളെ പേടിപ്പിച്ചാൽ കുഞ്ഞ് ഈസിയായി പുറത്തു വരുമെന്ന് പറയുന്നു. അത് കേട്ട് രാജകുമാരന് കുറച്ച് വിശ്വാസം തോന്നിയതുകൊണ്ട് അവളെ എങ്ങനെ പേടിപ്പിക്കുമെന്ന് ചോദിക്കുന്നു. അതിന് ആ പെണ്ണ് രാജകുമാരിക്ക് നിങ്ങളെയാണ് ഒത്തിരി ഇഷ്ടം, അതുകൊണ്ട് നിങ്ങളെ കൊല്ലുന്നത് പോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം അവർ രാജകുമാരിക്ക് മുന്നിൽ രാജകുമാരനെ കൊല്ലുന്നത് പോലെ സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരി ഷോക്കായി കുഞ്ഞ് ഈസിയായി പുറത്തു വരുന്നു. ഉടനെ സന്തോഷത്തോടെ പുറത്തേക്ക് വന്ന വൈദ്യൻ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു. അത് കേട്ട് ഹാപ്പിയായ രാജ്ഞിയും രാജകുമാരനും രാജകുമാരിയെ രക്ഷിച്ചതിന് ആ പെണ്ണിനെ അഭിനന്ദിക്കുന്നു.